രാമ 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 പാഹി മാം. 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 അന്നേരമാശു ഭരതനും രാമനെ ചെന്നു തൊഴുതു പറഞ്ഞു തുടങ്ങിനാൻ. രാമ രാമ പ്രഭോ രാമ മഹാഭാഗ മാമവാക്യം ചെവിതന്നു കേൾക്കണം. ഉണ്ടടിയനഭിഷേക സംഭാരങ്ങൾ കൊണ്ടുവന്നിട്ടതു കൊണ്ടിനി വൈകാതെ ചെയ്യുക വേണമഭിഷേകവും പാലനം ചെയ്യുക രാജ്യ തവ പൈതൃമ്യതോചിതം. ജ്യേഷ്ഠനല്ലോ ഭവാൻ ക്ഷത്രിയാണാമതി ശ്രേഷ്ഠമാം ധർമ്മം പ്രജാപരിപാലനം. അശ്വമേധാദിയും ചെയ്തു നിത്യാചിരം വിശ്വമെല്ലാം പരത്തി കുലതന്തവേ പുത്രരെയും ജനിപ്പിച്ചു രാജ്യം നിജ പുത്രങ്കലാക്കി വനത്തിനു പോവണം. ഇപ്പോൾ അനുചിതമത്രേ വനവാസമത്ഭുത വിക്രമനാഥ പ്രസീദ മേ. മാതാവു തന്നുടേ ദുഷ്കൃതം താവക ചേതസി ചിന്തിക്കരുതോദയാനിധേ. ഭ്രാതാവു തന്നുടേ പാദാംബുജം ശിരസ്യാധായ ഭക്തി പൂണ്ടിതമുര ചെയ്തു ദണ്ഡ നമസ്കാരം ചെയ്തു നിന്നിതു. പണ്ഡിതനായ ഭരത കുമാരനും ഉത്ഥാപ്യ രാഘവനുത്സംഗമാരോപ്യ ചിത്തമോദേന പുണർന്നു ചൊല്ലിയിടിനാൻ. മത്വാദ്യമത്ര കേട്ടാലും കുമാരനീ യത്വയോത്വം മയാ തഥൈവ ശ്രുതം. താതനെ 14 സംവത്സരം പ്രീതനായി കാനനം വാൾ എന്നു ചൊല്ലിനാൻ. പിത്രാദിനപ്പു രാജ്യം മാതൃസമ്മതം ദത്തമായി പുനരെന്നതോ കരണം. ചേതസാ പാർക്കിൽ നമുക്കിരുവർക്കുമിത്താത നിയോഗമനുഷ്ഠിക്കുകയും വേണം. യാതൊരുത്തൻ പിതൃവാക്യത്തെ ലംഘിച്ചു നീതിഹീനം വസിക്കുന്നിതോ ഭൂതലേ. ജീവൻ മൃതനവൻ പിന്നെ നരകത്തിൽ മേവും മരിച്ചാലുമില്ലൊരു സംശയം. ആകയാൽ നീ പരിപാലിക്ക രാജ്യവും പോക ഞാൻ ദണ്ഡകം തന്നിൽ വാണിടുവൻ. രാമവാക്യം കേട്ടു ചൊന്നാൻ ഭരതനും. ആമുഖനായ താതിൻ മൂഢമാന
രാജസമാനസൻ ചെന്ന വാക്യം ഗ്രാഹ്യമല്ല മഹാമതേ. മന്നവനായി ഭവാൻ വാഴുക മടിയാതെ എന്നു ഭരതവാക്യം കേട്ടു രാഘവൻ. പിന്നെയും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ, ഭൂമി ഭർത്താപിതാ നാരീജിതനല്ല, കാമിയുമല്ല മൂഢാത്മാവുമല്ല കേൾ. താതന സത്യഭയം കൊണ്ടു ചെയ്തതിനേതുമേ ദോഷം പറയരുതോർക്ക നീ. സാധുജനങ്ങൾ നരകത്തിനു മതി ഭീതി പൂണ്ടിടുക സത്യത്തിൽ മാനസേ. എങ്കിൽ ഞാൻ വാഴ്വൻ വനീ നിന്തിരുവടി, സങ്കടമെന്നിയേ രാജ്യവും വാഴുക. സോദരനിധം പറഞ്ഞതു കേട്ടതി സാദരം രാഘവൻ. പിന്നെയും ചൊല്ലിനാൻ, രാജ്യം നിനക്കുമെനി വിപിനവും പൂജനാം താതൻ വിധിച്ചതു മുന്നമേ. നിത്യയമായനുഷ്ഠിച്ചാൽ നമുക്കതു സത്യവിരോധം വരുമെന്നു നിർണയം. എങ്കിലും ഞാൻ നിന്തിരുവടി പിന്നാലെ ഇങ്കരനായി സുമിത്രാത്മജനെ പോലെ പോരുവൻ. ആനനത്തിനരുതെങ്കിൽ ചേരുവൻ ചെന്നു പരലോകമാശു ഞാൻ. നിത്യോപവാസേന ദേഹമുപേക്ഷിപ്പ നിത്യമേവാഗ്നി നിശ്ചയിച്ചന്തി. ദർഭവിരിച്ചു കിഴക്കു തിരിഞ്ഞു നിന്നപ്പോൾ വെയിലത്തു പൊക്കു ഭരതനും. നിർബന്ധ ബുദ്ധി കണ്ടപ്പോൾ രഘുവരൻ തൽബോധനാർത്ഥം നയനാന്ത സംജ്ഞയാ ചൊന്നാൻ ഗുരുവിനോടപ്പോൾ വസിഷ്ഠനും. ചെന്നു കൈസുതനോടു ചൊല്ലിനാൻ, മൂഢനായിടല കേൾക്ക നീയെങ്കിലോ ഗൂഢമായോരു വൃത്താന്തം നൃപാത്മജ. രാമനാവുന്നതോ നാരായണൻ പരൻ താമര സോത്ഭവനർത്ഥി കാരണം. ഭൂമിയിൽ സൂര്യകുലത്തിലയോധ്യയിൽ ഭൂമി പാലാത്മജനായി പിറന്നിതു. രാവണനെ കൊന്നു ധർമ്മത്തെ രക്ഷിച്ചു ദേവകളെ പരിപാലിച്ചു കൊള്ളുവാൻ. യോഗമായാദേവിയായതു ജാനകി ഭോഗിപ്രവരനാവുന്നതു ലക്ഷ്മണൻ. ലോകമാതാവു പിതാവും ജനകജാരാഘവന്മാരെന്നറിയ വഴി പോലെ രാവണനെ ഉൾവതിന്നു വനത്തിന്നു ദേവ കാര്യാർത്ഥം പുറപ്പെട്ടു രാഘവൻ. മന്ധരാവാക്യവും കയ്യേരി ചിത്തനിർബന്ധവും ദേവകൃതമെന്നറിയ നീ. ശ്രീരാമദേവ നിവർത്തനത്തിങ്കലുള്ള ആഗ്രഹം നീയും
പരിത്യജിച്ചിടുക. കാരണ പുരുഷനുജ്ഞയാ സത്വര നീ രാജധാനിക്കു പോകമടിയാതെ. മന്ത്രികളോടും ജനനീ ജനത്തോടും അന്തമില്ലാത പടയോടും ഇപ്പോഴേ ചെന്നയോധ്യാപുരി വസിക്ക നീ. വന്നിടുമന്ത്രജൻ താനുമനുജനും ദേവിയുമീരേഴും സംവത്സരാവധോ രാവണൻ തന്നെ വധിച്ചു സപുത്രകം. ഇതം ഗുരുതികൾ ഇട്ടു ഭരതനും ചിത്തേ വളർന്നൊരു വിസ്മയം കൈക്കൊണ്ടു ഭക്ത്യാ രഘുത്തമ സന്നിധൗ സാദരം ഗത്വാ മുഹന്നാസ്മൃത്വാ സസോദരം. പാദുകാം ദേഹി രാജേന്ദ്ര രാജായതേ പാദബുദ്ധ്യാ മമ സേവിച്ചു കൊള്ളുവായാവത്തവാഗമനം ദേവദേവ മേ. താവദേവാനരദം ഭജിച്ചിടുവൻ. ഇതം ഭരതോക്തി കേട്ടു രഘുത്തമൻ പുൽത്താരടികളിൽ ചേർത്ത മെതിയടി ഭക്തിമാനായ ഭരതന്നു നൽകിനാൻ. നത്വാ പരിഗ്രഹിച്ചിടിനാൾ തമ്പിയും ഉത്തരമരത്നവിഭൂഷിത പാദുകാമുത്തമാംഗേ ചേർത്തു രാമനരേന്ദ്രനെ ഭക്ത്യാ പ്രദക്ഷിണം ഋത്വാ നമസ്കരിച്ചുദ്ധായ വന്ദിച്ചു ചൊന്നാൻ സദ്ഗതം. മന്നബ്ധപൂർണേ പ്രഥമദിനേ ഭവാൻ വന്നതിൽ നിന്നു വന്നിടുകിൽ പിന്നെ ഞാൻ അന്യദിവസമുഷസ്സി ജ്വലിപ്പിച്ചു വന്നിൽ ചാടി മരിക്കുന്നതുണ്ടല്ലോ എന്നതു കേട്ടു രഘുപതിയും നിജ കണ്ണുനീരും തുടച്ചമ്പോടു ചൊല്ലിനാൻ. അങ്ങനെ തന്നെയൊരന്തരമില്ലതിനങ്ങു ഞാനന്നു തന്നെ വരും നിർണയം എന്നരുൾ ചെയ്തു വിടയും കൊടുത്തിതു. ധന്യൻ ഭരതൻ നമസ്കരിച്ചിടിനാൻ. പിന്നെ പ്രദക്ഷിണവും ചെയ്തു വന്ദിച്ചു മന്ദീതനും പുറപ്പെട്ടു ഭരതനും. മാതൃജനങ്ങളും മന്ത്രിവരന്മാരും ഭ്രാതാവുമാചാര്യനും മഹാസേനയും ശ്രീരാമദേവനെ ചേതസി ചേർത്തു കൊണ്ടാരൂഢമോദേന കൊണ്ടുപോയിടിനാർ. ശൃംഗീവേരാധിപനായ ഗുഹനെയും മംഗളവാച പറഞ്ഞയച്ചിടിനാൻ. മുമ്പിൽ നടന്നു ഗുഹൻ വഴി കാട്ടുവാൻ പിമ്പേ പെരുമ്പടയും നടകൊണ്ടിതു. കയ്യേയി താനും സുതാനുവാദം കൊടു ചോമകന്നു നടന്നു മകനുമായി
പുരവരൻ തന്നെയും ചിന്തിച്ചനുദിനം ഭക്ത്യാ വിശുദ്ധ ബുദ്ധ്യാ പുരവാസികൾ നിത്യസുഖേന വസിച്ചിതെല്ലാവരും. താപസാവേശം ധരിച്ചു ഭരതനും താപേന ശത്രുഘ്നനും വ്രതത്തോടുടൽ ചെന്നു നന്ദി ഗ്രാമമൻപോടു ഇതു വന്നിതാനന്ദം ജഗദ്വാസികൾ എല്ലാം. പാതു വച്ചു സിംഹാസനേ രാഘവ പാദങ്ങളെന്നു സങ്കൽപ്പിച്ചു സാദരം. ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ടു പൂജിച്ചു ഉണ്ടന്തിയെ സേവിച്ചു നിന്നാരിരുവരും. നാനാമുനിജന സേവിതനായൊരു മാനവവീരൻ മനോഹരൻ രാഘവൻ. ജാനകിയോടും മനുജനോടും മുതാ മാനസാനന്ദം കലർന്നു ചില ദിനം. ചിത്രകൂടാചലേ വാണോരനന്തരം ചിത്തേ നിരൂപിച്ചു കണ്ടൂരവരൻ. മിത്രവർഗങ്ങളയോധ്യയിൽ നിന്നു വന്നിത്തുമിവിടെയിരുന്നാളിനിയുടൻ സത്വരം ദണ്ഡകാരണ്യത്തിനായി കൊണ്ടു ബദ്ധമോദം ഗമിച്ചിടുക വേണ്ടതും. ഇതം വിചാര്യ ധരിത്രീ സുതമയോത്യുത്തമനായ സൗമിത്രിയുമായി തഥാ സത്യാജ ചിത്രകൂടാചലം രാഘവൻ സത്യസന്ധൻ നടകൊണ്ടാൻവനേന്ദരേ. അത്രി തന്നാശ്രമംബു മുനീന്ദ്രനെ ഭക്ത്യാ നമസ്കരിച്ചു രഘുനാഥനും. രാമോഹമന്ത്യ ധന്യോസ്മി മഹാമുനേ ശ്രീമൽപദം തവ കാണായ കാരണം. സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ പരൻ മോക്ഷദനെന്നതറിഞ്ഞു മുനീന്ദ്രനും. പൂജിച്ചതർഹ്യ പാദാദികൾ കൊണ്ടുതം രാജീവലോചനം പാത്രഭാര്യാന്വിതം. ചൊല്ലിനാൻ ഭൂപാലനന്ദനന്മാരോടു ചൊല്ലിയുമെന്നുടെ പത്നിയുമുണ്ടത്ര എത്രയും വൃദ്ധ തപസ്സിനിമാരിൽ വച്ചുത്തമയായ ധർമ്മജ്ഞാതബോധനായി പർണശാലാന്തർഗൃഹേ വസിക്കുന്നിതു ചെന്നു കണ്ടാലും ജനനൃപാത്മജേ. എന്നതു കേട്ടു രാമാജ്ഞയാ ജാനകി ചെന്നനസൂയ പദങ്ങൾ വണങ്ങിനാൾ. വത്സേ വരിഹരിയേ ജന ആത്മജി സത്സംഗം ജന്മസാഫല്യമോർക്കണി. വത്സേ പിടിച്ചു ചേർത്താലിംഗനം ചെയ്തു തൽസ്വഭാവം തെളിഞ്ഞു മുനിപത്നിയും. വിശ്വകർമാവിനാൽ നിർമ്മിതമായൊരു വിശ്വവിമോഹനമായ ദൂലവും കുണ്ടലവും അംഗരാഗവുമെന്നിവ
മണ്ഡനാത്തനസൂയ നൽകിയിടിനാൾ. നന്നു പതിവ്രതമാശ്രിത്യ രാഘവൻ തന്നോടു കൂടെ നീ പോന്നതുമുത്തമം. കാന്തിനിനക്കു ഉറയായി ഒരിക്കലും ശാന്തനാവും തവ വല്ലഭൻ തന്നോടും. ചെന്നു മഹാരാജധാനിയാകുമ്പോൾ നന്നായി സുഖിച്ചു സുചിരം വരിക നീ. ഇതമനുഗ്രഹവും കൊടുത്താദരാൽ ഭക്തുരഗ്രേ ഗമിക എന്നയച്ചിടിനാൾ. ഭ്രഷ്ടമായി മൂവരെയും ഭുജിപ്പിച്ചത ദൃഷ്ടി അലർന്നാത ബോധനത്രിയും. ശ്രീരാമനോടരുൾ ചെയ്തു, ഭവാനഹോ നാരായണനായതെന്നറിഞ്ഞേനഹം. നിഹന്മായ ജഗത്രയവാസിനാം സമ്മോഹ കാരിണീയായതോ നിർണയം. ഇത്തരമത്രീ മുനീന്ദ്രവാക്യം കേട്ടു തത്ര രാത്രൗ വസിച്ചു രഘുനാഥനും. ദേവനുമാദേവിയോടരുളി ചെയ്തതിദേവമെന്നാൾ ഇളിപ്പൈതല കാലമേ. ഇത്യധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ അയോധ്യ